ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ വ്ളോഗ് അങ്ങ് തുടങ്ങിയാലോ? അപ്പം രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നേ. 6:30 6:45 ആയപ്പോൾ എഴുന്നേറ്റപ്പോഴുള്ളൊരു ക്ലൈമറ്റാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഇനിയിപ്പം എന്താ പറയുക, കിച്ചണിലെ പണികളൊക്കെ തുടങ്ങുവാണ്. ഇന്ന് ഇത്ര നേരത്തെ എഴുന്നേക്കാൻ കാരണം മോന് സ്കൂളിൽ പോകണം, ക്ലാസ്സില്ല, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അവന് അതിൻ്റെ ഫങ്ഷൻ ഉണ്ട്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ഇന്നിപ്പോൾ 11:30 വരെ ഉള്ളു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് എന്താ പറയുക, സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. പക്ഷെ അവന് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ആക്കണമല്ലോ. അപ്പം പുട്ടും പയർ കറിയുമാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കറിയാക്കാൻ പോവാണ്. ചിലരൊക്കെ എനിക്ക് തോന്നി ഈ പയർ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കാറില്ല, അല്ലാണ്ട് തന്നെ ഉടച്ചങ്ങ് ഉപയോഗിക്കുക ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തേങ്ങ അരച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ബാക്കി വീഡിയോസൊക്കെ ഒന്നെടുത്ത് നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കാണാം. അപ്പം എന്താ പറയുക, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. എനിക്കിപ്പോൾ 6 months കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് ആദ്യത്തെ 3 മാസം എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഇന്ന ആഹാരം കഴിക്കണം അങ്ങനെയൊന്നുമുള്ള യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. ചിലർക്ക് എനിക്ക് തോന്നി മാങ്ങ, നെല്ലിക്ക അങ്ങനെയൊക്കെ ഉള്ളതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സിനിമയിലായപ്പോലും അങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ലാസ്റ്റ് പ്രഗ്നൻസിയിലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും വന്നിട്ടില്ലേ. അപ്പം ഉള്ളത് എൻ്റെ ചോറും മീൻകറി അത് കിട്ടിയാൽ എനിക്ക് സന്തോഷം. അപ്പോൾ അതായിരിക്കും ഞാൻ മിക്കപ്പോഴും കഴിക്കുക കേട്ടോ. അല്ലാണ്ട് വേറൊന്നും പുറത്തുനിന്നുള്ളതൊന്നും താല്പര്യമില്ല. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും താല്പര്യങ്ങളൊന്നുമേ ഇല്ല. വൊമിറ്റിങ്ങും ഇല്ല കേട്ടോ. വൊമിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ദൈവം സഹായിച്ച് പോകുന്നുണ്ട്. ഈ 3 മാസം പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, ബട്ട് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം ചെറിയ രീതിയിലൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഫീൽ ചെയ്യും. ബട്ട് ഞാൻ അത് വൊമിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു ടെൻഡൻസി വരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, ചില ഫുഡിനോടൊക്കെ ഇത് കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വന്ന ഒരാളാണ് നമ്മുടെ ഇലയപ്പം. ഞാൻ എത്രയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ. അതുകൊണ്ടിട്ട് ഞാനിവിടെ മോളിയമ്മയുടെ കടയിൽ നിന്നാണ് മേടിച്ച് കഴിക്കുക. നല്ല സോഫ്റ്റാണ്, അത്യാവശ്യം നല്ല സ്വീറ്റാണ്, എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ അത് മിക്കപ്പോഴും ഇങ്ങനെ ഒന്നിടവിട്ടോ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കാറുണ്ടായിരുന്നേ. അതിനോടൊരു വല്ലാത്ത ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലും ഇഷ്ടം ചോറും മീൻകറിയും കഴിക്കുക എന്നത് മാത്രമാണ്. ഒരു ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, ഇതുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നേ. അപ്പം ഇതായിരുന്നു 4 മാസത്തിലൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു ക്രേവിങ്സ് എന്ന് പറയാം. അത് മാത്രമായിരുന്നു ഉച്ചയ്ക്കും രാത്രിയിലും അങ്ങനെയായിരുന്നു കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ചായ, ലാസ്റ്റ് പ്രഗ്നൻസിയിൽ ചായയോ കട്ടൻ കാപ്പിയോ അങ്ങനെ ഒന്നും കുടിക്കത്തില്ലായിരുന്നേ, വേണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ്. പക്ഷേ ഇപ്പോഴും ചായ കിട്ടിയാൽ കുടിക്കും, അങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ലാണ്ട് വെറുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ആരോഗ്യപരമായി പറയുവാണെങ്കിൽ എനിക്കൊരു 4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിലുള്ള നടുവേദന വന്ന് തുടങ്ങി. പിന്നെ ഇപ്പോൾ 6-ാം മാസം കടന്നപ്പോഴേക്കും പെൽവിക് പെയിൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിപ്പോൾ നീ അത്യാവശ്യം വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നില്ലേ, സെക്കൻഡ് പ്രഗ്നൻസി അല്ലേ, അപ്പം സ്വാഭാവികമായും പെൽവിക് പെയിൻ ഉണ്ടാവും, അത് റെസ്റ്റ് എടുക്കുക, അതാണ് അതിൻ്റെ ഒരു മരുന്ന്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ അധിക നേരം കുക്ക് ചെയ്യുമ്പോൾ നിൽക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പെൽവിക് പെയിൻ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോകുന്നുണ്ടേ. അപ്പം ഇപ്പോഴും വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും കഴിക്കാൻ മറ്റേ ചീനിയാവില്ലേ, അതിനോടൊരിഷ്ടമുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്ഷീണം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലായാലും വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴായാലും മോനെ ഒന്ന് സ്കൂളിൽ പോകാൻ റെഡിയാക്കി കഴിയുമ്പോഴായാലും ഒരു നല്ല ക്ഷീണം വരുന്നുണ്ട്. അതും സ്വാഭാവികമാണ് എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അത് ഞാൻ അങ്ങനെ അങ്ങ് ആശ്വസിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് പ്രഗ്നൻസി വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി എനിക്ക് ഓക്കെയാണ്, ഇപ്പോഴും വരെ ഓക്കെയാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴും
സാരമില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഞാൻ പോവുകയാണ്. സെക്കൻഡ് ട്രൈമിസ്റ്റർ ഇങ്ങനെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തേർഡിലോട്ട് കടക്കാൻ പോവാണ്. അപ്പോഴുണ്ടാകുന്ന ഇനി അനുഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും വരെ വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ബൈ ദ ബൈ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. അപ്പോൾ എൻ്റെ മോൻ്റെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഫുള്ള് ഒരു എന്താ പറയുക, ഫ്ലാഗ്, വലിയ ഫ്ലാഗ്, ചെറിയ ഫ്ലാഗ്, കയ്യിലിടുന്ന ബാൻഡ്, എനിക്കറിയില്ല എന്തൊക്കെയുണ്ടോ അതെല്ലാം ആൾ മേടിച്ച് ഇട്ടിട്ടുണ്ട്. ഫുൾ വൈറ്റാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത്. തൽക്കാലം ഞാനുള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. കാര്യം ഇനി 20-ാം തീയതി അവർക്ക് ഓണം ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനി ട്രഡീഷണൽ വിയർ വേറെ മേടിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ ആളിനെ സ്കൂളിൽ പറഞ്ഞിട്ട ശേഷം ഞാൻ ദേ ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി ഇനി കുക്ക് ചെയ്യാൻ ഞാൻ പോവാണ് കേട്ടോ. ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇന്ന് ലഞ്ച് കുക്ക് ചെയ്തതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല കേട്ടോ. എപ്പോഴും കുക്കിംഗ് അല്ലേ കാണിക്കാനുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. മീൻ കണ്ടല്ലോ, ചാള, അങ്ങനെ ചാള ഉണ്ടായിരുന്നു. പിന്നെ അയല 2-3 പിന്നെ അതിൻ്റെ മീൻമുട്ട, ഇതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ മോരും കൂടെ ഉണ്ടാക്കി. അപ്പം അതിലെ അയല ഞാൻ നാളത്തേക്ക് ഫ്രൈ ആക്കാൻ മാറ്റി. ബാക്കിയെല്ലാം ആക്കിയിട്ട് ഞാനിവിടെ ഇരിക്കുകയാണേ. ഋഷിക്കുട്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്കൊന്ന് 11:30 വരെ എങ്ങണ്ടേ ഉള്ളൂ. അപ്പം സ്കൂൾ വാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ടീച്ചർ മെസ്സേജ് ഇട്ടു. അപ്പോൾ ആളിനെ നോക്കിയിരിക്കുക. വരട്ടെ, വന്നിട്ട് ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയും, കേൾക്കണം. കാത്തിരുന്നത് എൻ്റെ കൊച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഷൂ ഒക്കെ ഒരു കൈ പിടിച്ചേക്കുവാണ് വാനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അത് ഇട്ടപ്പോൾ തിരിഞ്ഞു പോയെന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലുക്കൊന്നും ആയിരിക്കത്തില്ലല്ലോ തിരിച്ചു വരുമ്പോൾ ഇവന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് വിശേഷങ്ങളൊക്കെ കേൾക്കണം. സ്കൂളിലെ തന്നെ ലൂണയുടെ ഡാൻസ് കണ്ടോ, അത് ഋഷിയെ കണ്ടതിലുള്ള സന്തോഷമാണ്. അവൻ കിടന്ന് തുള്ളുവാണ്, അവന് കളിക്കാനുള്ള ആളായല്ലോ. അപ്പം ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ ചോറ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വ്ളോഗൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ശരി, കാണാം. ടാറ്റാ, സീ സൂൺ.